ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു റെവിറ്റിലേക്ക് ഒരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്നുള്ളതാണ്. പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റെഫറൻസ് ആക്കിക്കൊണ്ട് വരയ്ക്കാം. ഓരോന്നിന്റെയും വൺ ബൈ വൺ മെഷർമെന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് വോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നമ്മൾ പിക്ക് ചെയ്ത് നമ്മുടെ ഡയമെൻഷൻ എത്രയാണോ ഡയമെൻഷൻ ആ ഡയറക്ഷനിലേക്ക് മൗസ് വെച്ചിട്ട് ഡയമെൻഷൻ നമുക്ക് ഇപ്പോൾ 32,000 ആണെങ്കിൽ 32,000 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ താഴോട്ട് എത്രയാണോ വേണ്ടുന്നത്, ഇപ്പോൾ 20,000 ആണെങ്കിൽ 20,000 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ മാനുവലി നമുക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഡയമെൻഷൻ എടുത്ത് സമയം കളയുന്നതിന് പകരം നമുക്ക് ഓട്ടോകാഡിൽ ഓൾറെഡി നമ്മൾ വരച്ച ഡ്രോയിങ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ലിങ്ക് ക്യാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണാം, ഇമ്പോർട്ട് ക്യാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് ക്യാഡ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പിക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ടേ അവിടെ കിടക്കുള്ളൂ. ലിങ്ക് ക്യാഡ് ആണെങ്കിൽ നമ്മൾ ക്യാഡിനകത്ത് എന്തെങ്കിലും ആ സെയിം മദർ ഫയലിലെ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേഷൻസ് നമുക്ക് ഇവിടേക്കും കൂടെ, അതായത് റെവിറ്റിലേക്കും കൂടെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇൻസേർട്ടില് ഇമ്പോർട്ട് ക്യാഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു ഞാൻ. എന്നിട്ട് ഇതിന് ഞാൻ ആക്ച്വലി ഒരു ഫയൽ ലോഡ് ചെയ്യാണ്. ഞാൻ HVAC ഡ്രോയിങ്സിലെ ഈ മിനി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഈ ഫയൽ ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ടത് കളർ പ്രിസർവ് ഇട്ടു, യൂണിറ്റ് ഓട്ടോ ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞു, ഒറിജിൻ ടു ഒറിജിൻ ആണ്, ലെവൽ 1ലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഫ്ലോർ ലെവലും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഏത് ലെവലിലേക്കാണ് ഇത് ലോഡ് ആവേണ്ടതെന്ന് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ. അപ്പൊ ഇത് ലോഡായി വന്നപ്പോൾ കണ്ടോ, എൻ്റെ എലിവേഷൻസ് ഇത്രയും ചെറുതായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, പ്ലാൻ ഇത്രയും ബിഗർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം എക്സാമ്പിൾ ഇവിടെ നമുക്ക് കുറച്ച് മെഷർമെന്റ് തന്നിട്ടുണ്ട്. ആ മെഷർമെന്റ് തന്നെയാണോ നമുക്ക് ഇവിടെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. മോഡിഫൈയിൽ വരിക, ഇവിടെ ഈ മെഷറിംഗ് ടൂൾ എടുത്തു ഞാൻ. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ സ്ലാബിന്റെ ബോട്ടത്തിലേക്ക് കണ്ടോ ഈ ഒരു മെഷർമെന്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 73,152.0 ആണ് വരുന്നത്. ഇത് 2,400 ഉള്ളൂ. അപ്പൊ ഈ മെഷർമെന്റ്, അതായത് സ്കെയിൽ ഫാക്ടർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇനി ഇവിടെ വോള് ഞാൻ ചെക്ക് ചെയ്യാണ്. ഈ വോളിന്റെ ഡയമെൻഷൻ കണ്ടോ 73,152 ആണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ആക്ച്വലി വോൾ തിക്നെസ് 240 ആണ് ക്യാഡ് ഫയലിലുള്ളത്. അതെനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ ഈ 240ക്ക് പകരം ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എത്രയാണ്, 73,152 ആണ്. അപ്പൊ ഇങ്ങനെ ഫയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് സ്കെയിൽ അല്ല. അപ്പൊ അതിനെ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് ഇതാണ്, സ്കെയിലിന്റെ ടൂളാണിത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഇതിലേക്ക് ലോഡ് ആയപ്പം ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ ഈ ഒരു ഓപ്ഷൻ. ഇതിപ്പോ നിങ്ങൾക്ക് മൂവ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും, കാൺ മൂവ് പിൻഡ് എലമെന്റ്. ആക്ച്വലി ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് പിൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ അൺപിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അൺപിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ UP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അൺപിൻ ആകും. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ അൺപിൻ ചെയ്യുന്നു. അൺപിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സിമ്പിൾ ഇവിടെ കാണാം. ഇനിയിപ്പോ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മൂവ് ചെയ്യോ, കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ഇതിനെ സ്കെയിൽ ചെയ്യാനാണ് പോകുന്നത്. സോ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിലിൽ ക്ലിക്ക് ചെയ്തു. സ്കെയിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഗ്രാഫിക്കലായിട്ടും ന്യൂമറിക്കലായിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ന്യൂമറിക്കലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി എനിക്ക് സ്കെയിൽ ഫാക്ടർ കിട്ടണം. അതിന് ഞാൻ കാൽക്കുലേറ്റർ ഓപ്ഷൻ എടുത്തു. ഇവിടെ നമുക്ക് 73,152 ആയിരുന്നു വോള് മെഷർ ചെയ്തപ്പോൾ വന്നത്. നമുക്ക് വേണ്ട വോളിന്റെ തിക്നെസ് 240 ആണെന്ന് പറഞ്ഞു. 240 ഡിവൈഡഡ് ബൈ 73,152 ചെയ്യുമ്പോൾ എൻ്റെ സ്കെയിൽ ഫാക്ടർ ഇത്രയാണ് എനിക്ക് വരുന്നത്. എനിക്ക് ഇത്രയും ചെറുതാക്കിയാലേ ആ 240 വോൾ തിക്നെസ്സിൽ വരുള്ളൂ. അപ്പൊ ഞാൻ ആ വാല്യൂ അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ മേളിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ എലമെന്റ് അത്രയും ചെറുതായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഭാഗം നോക്കി ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ
ഒരു ഒബ്ജക്റ്റ് ലോഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ കറക്റ്റ് ഡയമെൻഷനിലേക്ക് സ്കെയിൽ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഇതിനകത്ത് ഇവിടെ മെഷർമെന്റ് എടുക്കുന്നു. ഈ മെഷർമെന്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. 240 ആണ് വരുന്നത്. കറക്റ്റ് അല്ലേ? സ്കെയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. വരച്ചു തുടങ്ങുമ്പോൾ ഇതിപ്പോൾ കണ്ടോ, എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. നമുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങളാണ് ഹൈലൈറ്റ് ആയിട്ട് വേണ്ടുന്നത്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കിടെക്ചറിൽ ഇപ്പം ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. വോൾ എടുത്തു. ഇപ്പോൾ വോള് ഞാൻ ഇതിൻ്റെ മേളിലൂടെ വരയ്ക്കുന്നു എന്ന് എഴുതാം. കണ്ടോ? അപ്പം എനിക്ക് വോള് വരച്ചു എന്നുള്ളത് പെട്ടെന്ന് അങ്ങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് VG എന്ന് പറഞ്ഞ വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ടഡ് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫയല് മിനി പ്രൊജക്ട് എന്നുള്ള ഫയലാണ്. ഇതിനെ ഹാഫ് ടോണിലേക്ക് മാറ്റാം. ഹാഫ് ടോൺ, അപ്ലൈ, ഓക്കെ. കണ്ടോ, പ്രൊജക്റ്റ് ഒന്ന് ഡിമ്മായി. ഇനിയിപ്പോൾ നമ്മൾ വോൾ എടുത്തിട്ട് ഇതിന്റെ മേളിലൂടെ വരയ്ക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ വരയ്ക്കുന്നതാണ് ഹൈലൈറ്റ് ആവുന്നത്. കണ്ടോ? അപ്പൊ ഇപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന വോള്, ആക്ച്വലി ഞാൻ വോൾ എടുത്തിരിക്കുന്ന ഇവിടെ 200 mm ആണ്. ഇവിടെ വരച്ചിരിക്കുന്ന 200 mm ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട എത്രയാണ്? 240 ആണ് വേണ്ടത്. ഓരോ വോളിനും ഓരോ മെഷർമെന്റ് ആണ്. ഇനിയിപ്പോ ഇവിടെ ഉൾഭാഗത്ത് വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വോളിന് വേണ്ടത് 100 ആണ്. സോ നമുക്ക് വോളിനെ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആദ്യം ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ.